35 ദിവസമായി അവർ ജന്തർ മന്ദറിൽ കഴിയുകയായിരുന്നു. ജൂൺ 20-ന് ടെന്റ് കെട്ടി സമരം തുടങ്ങിയ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ ഡൽഹി പോലീസ് പഠിച്ച പണി 18 നോക്കി. ജന്തർ മന്ദറിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പലതവണ ടെന്റുകൾ നശിപ്പിച്ചു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും വിറളി പിടിപ്പിച്ചപ്പോഴായിരുന്നു ആദ്യത്തെ പോലീസ് ആക്ഷൻ. സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സത്യത്തിൽ പ്രതിഷേധം ആളി കത്തിക്കുകയാണ് ചെയ്തത്. സോനം വാങ്ചുക്കിനോട് കാണിച്ച അപമര്യാദയ്ക്ക് പകരം ചോദിക്കാൻ അവിടെ വിദ്യാർത്ഥികൾ ഒഴുകിയെത്തി. ജൂലൈ 20-ന് നടന്ന പാർലമെന്റ് മാർച്ചാണ് CJP സമരത്തിൽ വഴിത്തിരിവായത്. സമാധാനപരമായ പ്രതിഷേധം ലക്ഷ്യം വെച്ച് വന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമം അതിക്രൂരമായിരുന്നു. മർദ്ദനവും ടിയർ ഗ്യാസ് പ്രയോഗവും ബാരിക്കേഡുകളും അറസ്റ്റും ഭീഷണിയും പോരാത്തതിന് പെല്ലറ്റ് ആക്രമണവും. അവർ അനുഭവിച്ചതൊന്നും ചെറുതായിരുന്നില്ല. ലാത്തി കണ്ടാൽ ജൻസികൾ പേടിച്ചോടുമെന്ന് കരുതിയവർക്ക് തെറ്റി. ചോരയൊലിച്ചും മുറിവേറ്റും ആ നീണ്ട രാത്രി മുഴുവൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം മുതൽ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്. ഓരോ മിനിറ്റിലും കൂടുതൽ പ്രതിഷേധക്കാർ സമരവേദിയിലെത്തി. സമരവേദിക്കടുത്തുള്ള മെട്രോ സ്റ്റേഷനുകൾ അടച്ച് പോലീസ് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അപ്പോഴും കാൽനടയായി അനേകം പേർ അങ്ങോട്ടെത്തി. ബാരിക്കേഡുകൾ കെട്ടി അടച്ചപ്പോഴും ജന്തർ മന്ദറിലേക്ക് ആളുകൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തിക്കൊണ്ടേയിരുന്നു. ഭക്ഷണത്തിന് ക്ഷാമം വന്നാൽ സമരക്കാർ പിരിഞ്ഞു പോകുമെന്ന് കരുതി പോലീസ്. അപ്പോൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യർ സ്വിഗ്ഗി വഴി ഭക്ഷണം അയച്ചു നൽകാൻ തുടങ്ങി. സഹിക്കവയ്യാതെ ഡൽഹി പോലീസ് സ്വിഗ്ഗിയും പ്രദേശത്ത് നിരോധിച്ചു. മഴയിൽ അവർ നനഞ്ഞു കുതിർന്നപ്പോഴും കിടക്കാൻ ഒരു സ്ഥലമില്ലാതെയായപ്പോഴും തളർന്നില്ല. രാജ്യദ്രോഹി ചാപ്പ മുതൽ അധിക്ഷേപവും ഭീഷണിയും വരെ എല്ലാം സഹിച്ചപ്പോഴും വരാനിരിക്കുന്നത് വലിയ വിജയമാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.